അടിച്ച ഫിഖാ നമ്മുടെ മുമ്പിലുള്ളത്. അത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം. അങ്ങനത്തെ സംവിധാനമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ 2-3 രീതികളാണ് കാണുന്നത്. ഒന്നുകിൽ മൂപ്പരാളാണ് തീരുമാനിക്കും ഇതന്നെ ആയിരിക്കും അതിന്റെ മസ്അലാന്ന്. രണ്ടാമത്തെ കുറച്ചുകൂടെ മാരകമായ അബദ്ധങ്ങൾ സംഭവിക്കുന്ന ഒരു രീതി AI കുറെ സംവിധാനങ്ങളുണ്ട്, അവയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ജെമിനിക്ക് വിട്ടെടുക്കുക, അവർ പറയുന്നത് അങ്ങനെ എന്ത് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AI ചോദിക്കുക, ഏതെങ്കിലും ഒരു ChatGPT ചോദിക്കുക. അപ്പൊ അവര് മസല പറഞ്ഞു തരും, അതനുസരിച്ച് ജീവിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും വലിയൊരു അബദ്ധത്തിലേക്ക് നമ്മൾ പോകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിധി നിർണയമല്ലാത്ത ഒരു കാര്യത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ആ നിറഞ്ഞു വളഞ്ഞു നിൽക്കുന്ന തോട്ടത്തിലേക്ക് ആട് പ്രവേശിക്കാനും അത് കടിക്കാനും നശിപ്പിക്കാനും സാധ്യതയുള്ളതുപോലെ നമ്മുടെ ആത്മാഭിമാനത്തിലേക്ക്, നമ്മുടെ ദീനിലേക്ക് നമ്മൾ തന്നെയും തുരങ്കം നിർമ്മിക്കുകയാണ്. പരമാവധി പരിസരത്തുള്ള സ്രോതസ്സുകൾ പരിശോധിക്കും. ഈ AI സംവിധാനങ്ങളൊക്കെ അവർക്ക് പറ്റും വിധത്തിലുള്ള ഒരു മസല അവർ പറയും ചെയ്യും. അതിനെ വല്ലാതെ ആശ്രയിച്ച് അത് മതി ഇനി എല്ലാം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനോട് അതൊന്ന് എങ്ങനെയെങ്കിലും അയാൾക്ക് ബോധ്യപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലത് സെർച്ച് ചെയ്യാം എന്ന് പറഞ്ഞൊരു ട്രെയിൻ യാത്ര ഞാൻ ഓർക്കുകയാണ്. അവനൊരു കാര്യം ചെയ്യാം, എൻ്റെ വലിയ മോന്റെ പേര് പറഞ്ഞെടുത്തിട്ട് ആളെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്താൽ റെഡി അല്ലേ എന്ന് പറഞ്ഞ് മൂപ്പരാൾ സെർച്ച് ചെയ്തു. ഇന്റെ റബ്ബെ, അവൻ്റെ അത്ര പോലെ ഒരു ആലിമോ പ്രഭാഷകനോ എഴുത്തുകാരനോ പണ്ഡിതനോ കേരളത്തിൽ ഇല്ല എന്നുള്ള വിധം അവനെ കുറിച്ച് ദീർഘമായ പ്രബന്ധം വന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, ആളിപ്പോ +1 പഠിക്കണുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ +1 പഠിക്കണുള്ളൂ. മൂപ്പരത്ര പോകുന്ന ഇൽമുള്ള ഒരാളില്ല, ഭയങ്കര പ്രഭാഷകൻ, ഭയങ്കര അത് ഇതെന്നും പറഞ്ഞിട്ട് മൊത്തത്തില് ഒരു വലിയ പണ്ഡിതനെ പറ്റി പറയാൻ പറ്റുന്ന വിശേഷണങ്ങളെല്ലാം വന്നു. കിതാബത്ത് തുടങ്ങിയിട്ടുള്ള കുട്ടിനെ കുറിച്ച് ഇതെങ്ങനെങ്കിലും ഇവനൊന്ന് ബോധ്യപ്പെടുത്തണം എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തതായിരുന്നു. അപ്പൊ നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? പണ്ഡിതോചിതം സമീപിക്കണം. തഹ്ഖീഖുള്ള പണ്ഡിതന്മാരോട് ചോദിക്കണം. ആ പണ്ഡിതന്മാരെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവണം. ഏതെങ്കിലും കാണുന്ന ഒരാളോട് ചോദിച്ചിട്ട് വശം കെടാൻ പാടില്ല. പ്രത്യേകിച്ച് പുതിയ പുതിയ മസാലകൾ, അറിയാത്ത കാര്യങ്ങൾ എനിക്ക് അറിയില്ലെന്ന് പറയാൻ യോഗ്യതയുള്ള പണ്ഡിതൻ കൂടെ ആവണം. അതൊരു മോശമാണ്, നമ്മൾ ആരും മനസ്സിലാക്കരുത്. നമ്മുടെ കുട്ടി എന്തോ നമ്മളോട് ചോദിച്ചു, അപ്പൊ നമ്മൾ ഉത്തരം പറഞ്ഞെടുത്തു, എന്തോന്നും അറിയില്ല. അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ, നമ്മളൊക്കെ ആദരിച്ചു കൊണ്ടെടുക്കുന്ന ഒരു സഹോദരൻ നമ്മളോട് ഒരു മസല ചോദിച്ചു, അപ്പൊ നമ്മളോട് പറഞ്ഞെടുത്തു, ഇല്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതിയിട്ട് ആ വിധത്തിലേക്ക് നമ്മൾ തരം താഴാൻ പാടില്ല. അറിയില്ല എന്ന് പറയുന്നത് നല്ലൊരു ഇൽമാണെന്ന് നമ്മൾ അറിയണം. ഇമാം മാലിക് തങ്ങളോട് 40 മസലയെ കുറിച്ച് ചോദിക്കുമ്പോൾ മൂപ്പരാൾ അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മൂപ്പർക്ക് എന്തെങ്കിലും കുറവെന്നോ, വൈജ്ഞാനിക ലോകത്ത് മൂപ്പർക്ക് എന്തെങ്കിലും അപശ്രുതി ഉണ്ടായോ? ഇമാം മാലിക് തങ്ങളാണ് ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദ്, മുവത്ത എന്ന് പറയുന്ന വലിയ ഹദീസ് ഗ്രന്ഥത്തിന്റെ സമാഹർത്താവ്. അറിയണം, 40 മസല ചോദിക്കുമ്പോൾ എനിക്കത് അറിയില്ല, ലാ അദിരി എന്ന് മൂപ്പരാൾ പറയുന്നുണ്ട്. തീരെ അറിയാത്തതുകൊണ്ടല്ല, വിനയം കൊണ്ടാവാം, അല്ലെങ്കിൽ ആ സമയത്ത് അത് പറയുന്നത് അത്രമേൽ യോജിക്കാത്തത് കൊണ്ടാവാം, ഈ ചോദിക്കുന്ന ആൾക്ക് ദുരുദ്ദേശങ്ങൾ ഉള്ളത് കൊണ്ടാവാം, ഒന്നുകൂടെ കറക്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചാവാം. എന്നാലും മൂപ്പരാൾ 40 മസലയെ കുറിച്ചിട്ട് എനിക്കത് അറിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട 5 മസല എന്നെ പഠിപ്പിച്ചത് ബാർബറാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. കുറച്ച് വിനയം വേണം. ഹജ്ജുമായി ബന്ധപ്പെട്ട 5 മസലകൾ എന്നെ പഠിപ്പിച്ചത് അവിടെയുള്ള ഒരു ശുരകനാണെന്ന് മഹാനുഭാവൻ പറയുന്നുണ്ട്. അപ്പൊ അതൊരു മോശമാണോ? അല്ല, അഭിമാനം കൂടും. നമ്മൾ ചോദിച്ച ആൾക്ക് നമ്മളെ കുറിച്ച് വിശ്വാസം കൂടും. എനിക്കത് പറയില്ല, ഞാനൊന്ന് കൺഫേം ചെയ്ത് പറയാമെന്ന് അദ്ദേഹത്തോട് നമ്മൾ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ വിശ്വാസം തോന്നും മൂപ്പരാൾക്ക്. അങ്ങനെ തീർത്തായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ സ്വന്തം തീരുമാനിക്കുന്ന രീതി ശരിക്കും പഴമാണ്. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് ദീനിന്റെ കാര്യം നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കുന്നത് മറ്റൊരു തെറ്റാണ്. ഈ വിഷയത്തിൽ തഹ്ഖീഖ് ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ട പണ്ഡിതന്മാരെ സമീപിക്കണം. എത്ര മസലുണ്ട്, നമ്മൾ സ്വയം തീരുമാനിക്കണം, അതൊന്നും കുഴപ്പമില്ല. അവിടെയാണ് അവർ പരാജയപ്പെടുമെന്ന ഈ ഹദീസിനെ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടത്.